ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. ദ ഡ്രം ഓഫ് എ റോഡ് റോളർ ഹാസ് ഡയമീറ്റർ 80 centimeter ആൻഡ് ഇറ്റ്സ് ലെങ്ത് ഈസ് 1.2 meter. What is the area of the road travelled when it rolls once? ആണ് ക്വസ്റ്റ്യൻ. എന്തോ കാര്യം എന്ന് മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ദ ഡ്രം ഓഫ് എ റോഡ് റോളർ. റോഡ് റോളർ എന്ന് പറഞ്ഞാൽ റോഡ് ടാറിട്ടിട്ട് അത് ഉറപ്പിക്കാൻ ഉപയോഗിക്കുന്ന റോഡ് റോളർ. അതിൻ്റെ മുമ്പിലിരിക്കുന്ന സിലിണ്ടറിക്കൽ ഷേപ്പിലിരിക്കത്തില്ല, സിലിണ്ടറിക്കൽ ഷേപ്പ് അതാ ഡ്രമ്മ് അല്ലേ. ആ റോളറിൻ്റെ ഡയമീറ്റർ എത്ര? 80 centimeter. അതിൻ്റെ ലെങ്ത് എത്ര? 1.2 meter. നോക്കിയേ, യൂണിറ്റുകൾ ഡിഫറൻ്റ് ആണ്. ഡയമീറ്റർ സെൻറ്റിമീറ്ററിലും ലെങ്ത് 1.2 meterലും. ഈ റോളർ ഇങ്ങനെ സർഫസിൽ കിടക്കുന്നുണ്ട് ലെങ്ത് എന്ന് പറയുന്നത്. അതെടുത്ത് നൂത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈറ്റാണ്. അപ്പം ആ സിലിണ്ടറിൻ്റെ നമ്മൾ ആ ഹൈറ്റിന് തുല്യമാണ് ഈ ലെങ്ത് എന്ന് പറയുന്നത്. ഈ റോളർ തറയിൽ ഉരുണ്ട് കിടക്കുന്നുണ്ട്, അതിൻ്റെ ലെങ്ത് എന്ന് വിശേഷിപ്പിക്കുന്നത്. അത് എടുത്ത് നൂത്ത് വെച്ചാൽ സിലിണ്ടറിൽ എടുത്ത് നൂത്ത് വെക്കുമ്പോൾ അത് ഹൈറ്റാണ്. ഈ കേസിൽ അത് ലെങ്ത് എന്ന് പറയുന്നതേ ഉള്ളൂ. നമ്മുടെ ഫോർമുല പ്രകാരം, അതായത് കർവ്ഡ് സർഫസ് ഏരിയയുടെ ഫോർമുല എന്ന് പറയുന്നത് 2πr/h ആണ്. h എന്ന് പറയുന്നത് ഇവിടുത്തെ ലെങ്ത് തന്നെയാണ്. പക്ഷേ ഇവിടെയുള്ള ഒരു ട്രിക്ക് അവർ ഉപയോഗിച്ചേക്കുന്നത് എന്താ? ഡിഫറെൻറ്റ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, അവിടെ മിസ്റ്റേക്ക് പറ്റും. ഒന്നുകിൽ എല്ലാം 2 centimeter ആക്കുക, അല്ലെങ്കിൽ 2 meter ആക്കിയിട്ട് വേണം നമുക്കിത് ചെയ്യാൻ. ഓക്കെ, അത് മാത്രം ശ്രദ്ധിക്കുക. യൂണിറ്റുകൾ എപ്പോഴും ശ്രദ്ധിക്കണം, അവിടെ മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. തന്നേക്കുന്ന വാല്യൂസ് എടുത്തെഴുതണം. ഡയമീറ്റർ 80 centimeter ആണ്. 6 അപ്പം 80 divided by 2 ഈക്വൽ ടു അല്ലേ 40 centimeter. 40 അതിനെ നമുക്ക് മീറ്റർ ആക്കണം. 40 divided by 100. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് 2 സ്ഥാനം മാറ്റി കുത്തിടുക. അതായത് 0.4 meters എന്ന് കിട്ടി. റേഡിയസ്. ഹൈറ്റ് എത്ര തന്നേക്കുന്നത്? 1.2 meter. രണ്ടും ഒരേ യൂണിറ്റായി അല്ലേ. ഇനി കർവ്ഡ് സർഫസ് ഏരിയ. കാരണം ഒരു പ്രാവശ്യം റോൾ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഒരു പ്രാവശ്യം ഇതിപ്പോൾ അല്ലേ, ഇത് റോളറായിട്ട് കണക്കാക്കുന്നു. ഇത് ഒരു പ്രാവശ്യം ഈ പോയിന്റ് ഇങ്ങനെ ഒരു പ്രാവശ്യം ഒന്ന് കറങ്ങുന്നു, അതാണ്. അപ്പോൾ കർവ്ഡ് സർഫസ് ഏരിയ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ ഉള്ള ഏരിയ എത്ര, റോഡിൽ എത്ര ഏരിയ കവർ ചെയ്യും എന്നാണ് കണ്ടുപിടിക്കുന്നത്. കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കും. കർവ്ഡ് സർഫസ് ഏരിയയുടെ ഫോർമുല 2πr/h. 2 ഇൻറ്റു പൈയുടെ വില അറിയാം, 3.14 ഇൻറ്റു 6 നമുക്ക് കിട്ടി 0.4, h 1 അല്ലേ, എല്ലാം കിട്ടി. ഇനി ഇത് നമുക്ക് സോൾവ് ചെയ്തെടുത്താൽ മതി. അതിന് കാര്യം ചെയ്യാം. ഇത് നമുക്ക് അറിയാം ഏകദേശം 6.28 അല്ലേ. 3.14 ഇൻറ്റു 2 6.28. അപ്പോൾ ചെയ്ത് നമുക്കത് മനസ്സിലായി. ഇവിടെ നമുക്ക് കിട്ടുന്നത് നോക്കിച്ച് നോക്കാം. 6.28 ഡെസിമൽ നമുക്ക് പിന്നെ ഇടാം. 628 ഗുണം 4 ഡെസിമലെല്ലാം പിന്നിടും. ഓക്കെ, 4 32 ഇഷ്ടം 3, 4 2 8, 8 3 11 ഇഷ്ടം 1, 6 4 24 1 25 അല്ലേ. അപ്പം ഇവിടുത്തെ 3.14 2 ഡെസിമലും 0.1. അപ്പം 3 ഡെസിമൽ മാറ്റി കുത്തിടണം. 1 2 3 2.1 അല്ലേ. ഇനി ഇതിനെ 12 കൊണ്ട് ഗുണിക്കണം. 2 4 2 2 2 10 ഇഷ്ടം 1 2 4 1 5 2 1 5 അവിടെ 4 2 4 1 10 ഇഷ്ടം 1 2 3 അല്ലേ. അപ്പോൾ ഇവിടെ 3 ഡെസിമൽ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ
ഒരു ഡെസിമൽ പോയിന്റ്. അപ്പോൾ 4 ഡെസിമൽ പോയിന്റ് മാറ്റി കുത്തണം. 1, 2, 4 ഡെസിമൽ പോയിന്റ് മാറ്റി കുത്തിട്ടു. 3.0144 മീറ്റർ സ്ക്വയർ ആണ് ഇത്രയും ഏരിയ. ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ ഇത്രയും ഏരിയ. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. In a school building, there are 12 cylindrical pillars, each of base diameter 1/2 meter and height 4 meter. What is the curved surface area of a pillar? First question. Second question, what is the total cost of painting all the pillars at 80 rupees per square meter? ആണ് ചോദ്യം വായിച്ച് മനസ്സിലാക്കാം. ആദ്യം ഒരു സ്കൂൾ ബിൽഡിങ്, ആ സ്കൂൾ ബിൽഡിങ്ങിൽ 12 സിലിണ്ടറിക്കൽ പില്ലറുകൾ ഉണ്ട്. 12 തൂണുകൾ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ളത് 12 എണ്ണം. അതിൻ്റെ ബേസ് ഡയമീറ്റർ എത്ര? 1/2 മീറ്ററാണ്. പില്ലറിൻ്റെ ഹൈറ്റ് 4 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഒരു പില്ലറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ എത്ര? അത് ആദ്യത്തെ ചോദ്യം. പിന്നെ രണ്ടാമത്തെ ചോദ്യം, ഈ 12 പില്ലറും പെയിൻറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ തുക എത്ര? ഒരു സ്ക്വയർ മീറ്ററിന് 80 റുപ്പീസ്. അങ്ങനെയാണെങ്കിൽ ഈ 12 സിലിണ്ടറിക്കൽ തൂണുകളും പില്ലറുകളും പെയിൻറ്റ് ചെയ്യുന്നതിന് ടോട്ടൽ റുപ്പീസ് എത്ര ആകും? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി തന്നിരിക്കുന്ന കാര്യങ്ങൾ റൈറ്റ് സൈഡിലോട്ട് ഒന്ന് എടുത്ത് എഴുതാം. ഒരു പില്ലർ, ആദ്യം ഒരു പില്ലർ എടുക്കുക. 1 പില്ലർ എടുത്ത്, ഓക്കെ. അതിൻ്റെ ഡയമീറ്റർ ആകുന്നത് എത്ര? 1/2. റേഡിയസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഡയമീറ്ററിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പകുതിയല്ലേ? ഇവിടെ നോക്കൂ, ഡയമീറ്റർ തന്നെ 1/2 ആണ്. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുമ്പം 1/2 × 2 വരും. ഓക്കെ, അപ്പോൾ എന്ത് വരും? 1/4 എന്ന് വരും. റേഡിയസ് 1/4 എന്ന് വരും. അവിടെ കിടക്കട്ടെ. ഒരു പില്ലറിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. എത്ര ഹൈറ്റ്? 4 മീറ്റർ അല്ലേ? കർവ്ഡ് സർഫസ് ഏരിയയുടെ ഫോർമുല എന്താ? കർവ്ഡ് സർഫസ് ഏരിയയുടെ ഫോർമുല, കർവ്ഡ് സർഫസ് ഏരിയ 2πr/h. ഒരു സിലിണ്ടർ പില്ലർ 2πr എത്ര? 1/4. ഹൈറ്റ് 4 മീറ്റർ. നമുക്ക് 2π എന്ന് 4 കൂടെ പോകും. 2π 2 × 3.14 അല്ലേ? ആൻസർ 6.28. എന്നിട്ട് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് 1 പില്ലർ മീറ്റർ സ്ക്വയർ അല്ലേ? യൂണിറ്റ് മീറ്ററിലാണ്. മീറ്റർ യൂണിറ്റ് എപ്പോഴും ശ്രദ്ധിച്ചോളാം. മീറ്റേഴ്സ് ആണോ സെൻറ്റിമീറ്റർ ആണോ എന്ന് ശ്രദ്ധിച്ചോണം. ചിലപ്പോൾ ഒരു ഡയമെൻഷൻ സെൻറ്റിമീറ്റർ തരും, ഒരു ഡയമെൻഷൻ മീറ്ററിൽ തരും. അപ്പോൾ രണ്ടും ഒരേപോലെ ആക്കണം. ഒന്നുകിൽ എല്ലാ യൂണിറ്റുകളും സെൻറ്റിമീറ്ററിലായിരിക്കണം, അല്ലെങ്കിൽ എല്ലാ യൂണിറ്റുകളും മീറ്ററിലായിരിക്കണം. ഇവിടെ എല്ലാം മീറ്ററിലായിരിക്കണം. കാരണം എന്താ? സ്ക്വയർ മീറ്ററാണ് അല്ലേ? സ്ക്വയർ മീറ്റർ, ഒരു സ്ക്വയർ മീറ്ററിനുള്ള ഒരു സ്ക്വയർ മീറ്റർ പെയിൻറ്റ് ചെയ്യുന്നതിനുള്ള വിലയാണ് തന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ യൂണിറ്റുകളെല്ലാം മീറ്ററിലായിരിക്കണം. ഓക്കെ, കർവ്ഡ് സർഫസ് ഏരിയ കിട്ടി. ഇനി നമുക്ക്
ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് പില്ലേഴ്സ് എത്ര? നമ്പർ ഓഫ് പില്ലേഴ്സ് ഇതൊക്കെ സൈഡിൽ ഒന്ന് എഴുതിയിട്ടുണ്ട്. 12. ഇനി നമുക്ക് ആൻസറിൻ്റെ രണ്ടാമത്തെ ഭാഗം ടോട്ടൽ കോസ്റ്റ് ഓർ പെയിൻറ്റിങ് അല്ലേ? ഒരെണ്ണത്തിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ ഉണ്ട് നമ്മൾ എഴുതി. ഇല്ലേ? അതേപോലെ എത്ര എണ്ണം ഉണ്ട്? 12 എണ്ണം. അല്ലേ? കോസ്റ്റാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അത് ഒരു സ്ക്വയർ മീറ്ററിന് 80 rupees അല്ലേ? ഇത് ഇത്രയും കൂടെ ഒന്ന് ഗുണിക്കണം നമുക്ക് അല്ലേ? അപ്പം സൈഡിൽ വേണം ഒന്ന് എഴുതി ഗുണിക്കാം. 28, 8 16, 2 4 1 5, 4 12, 7 8 2 2 6 6 6 5 13, 8 1 2 4 1 5 6 1 7 അപ്പോൾ എന്തായിരിക്കും? ഇനി അതിനെ 8 കൊണ്ട് ഗുണിക്കണം. എന്നിട്ട് ലാസ്റ്റ് 0 ഇട്ടാൽ മതി. 6 48 ഇഷ്ടം 4 3 24 4 28 ഇഷ്ടം 2 5 40 2 42 ഇഷ്ടം 4 7 56 4 60 അല്ലേ? ഇനിയിലെ 80-ൻ്റെ ഒരു 0 കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ടോട്ടൽ ഡെസിമൽ പോയിന്റ് 2 എണ്ണം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം എത്ര കിട്ടി? 6028 രൂപ 80 പൈസ അല്ലേ? ഇത്രയാണ് ടോട്ടൽ കോസ്റ്റ് നമുക്ക് വരുന്നത്. 6028 രൂപ 80 പൈസ. മനസ്സിലായല്ലോ? ഓക്കെ, നമുക്ക് ഫോർത്ത് പ്രോബ്ലം നോക്കാം. The base radii of two cylinders are in the ratio 2:3 and their heights are in the ratio 5:4. What is the ratio of their volume? That's the first question. Second question, the volume of small cylinder is 720 centimeter cube. What is the volume of larger one? ആദ്യം ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാം. 2 സിലിണ്ടേഴ്സ് ആണുള്ളത്. അതിൻ്റെ റേഡിയസിൻ്റെ റേഷ്യോ 2:3 ആണ്. ഹൈറ്റിൻ്റെ റേഷ്യോ 5:4 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വോളിയത്തിൻ്റെ റേഷ്യോ എന്താണ്? സ്മാളർ സിലിണ്ടറിൻ്റെ വോളിയം തന്നിട്ടുണ്ട് 720 സെൻറ്റിമീറ്റർ ക്യൂബ്. ലാർജർ സിലിണ്ടറിൻ്റെ വോളിയം എത്ര? ഇതാണ് ചോദ്യം. വളരെ സിമ്പിളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻ എല്ലാം വായിച്ച് ക്ലിയർ ആക്കി. ഇനി ആ തന്നിരിക്കുന്ന വാല്യൂസ് എടുത്ത് എഴുതുക. 2 സിലിണ്ടേഴ്സാണ് ഉള്ളത് അല്ലേ? 2 സിലിണ്ടേഴ്സാണ് ഉള്ളത്. 2 സിലിണ്ടേഴ്സ് എഴുതാം. ആദ്യത്തേതിൻ്റെ R1 വന്നിരിക്കട്ടെ റേഡിയസ്, രണ്ടാമത്തേതിൻ്റെ R2 വന്നിരിക്കട്ടെ റേഡിയസ്. അങ്ങനെയാണെങ്കിൽ ഏത് റേഷ്യോയിലാണ് ഉള്ളത്? 2:3 റേഷ്യോയിലാണ് ഉള്ളത്. അപ്പോൾ ഇത് 2R ആയിരിക്കും, ഇത് 3R ആയിരിക്കും അല്ലേ? ഇനി H1 ഹൈറ്റ് അല്ലേ? H2 ഡിഫറെൻറ്റ് ഹൈറ്റാണ്. ഏത് റേഷ്യോയിലാണ് ഉള്ളത്? 5:4 റേഷ്യോയിലാണ് ഉള്ളത്. ഓക്കെ, 5 വെച്ച് ആദ്യത്തേതിൻ്റെ പിന്നെ രണ്ടാമത്തേതിൻ്റെ
4 അല്ലേ? നമ്മൾ തന്നിരിക്കുന്ന വാല്യൂ ഒക്കെ ഒന്ന് സൈഡിൽ നിന്ന് എടുത്ത് എഴുതി. അത് എഴുതി കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ? 2R 3R 5H 5H 4H റേഷ്യോ, വോളിയത്തിൻ്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് V1/V2 ഈക്വൽ ടു V1 ഇതാ R² 2R² H 5H അല്ലേ? ഡിവൈഡഡ് ബൈ 5 × 3R². 3R the whole square എന്ന് പറയുന്നത് തെറ്റിപ്പോ. റേഷ്യോ എളുപ്പം കിട്ടും. പയ്യും പോട്ടെ, H പോട്ടെ, എഴുതാം. ഇത് സ്ക്വയർ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. 2 × 2 × R² അല്ലേ? × 5 കിടക്കട്ടെ. 5 പോയി. 3 × 3 × R² × 34 ഉണ്ട് അല്ലേ? R² പോയി. ബാക്കി ഇവിടെ വിട്ടാൽ ഇവിടെ 4 ഉണ്ട് അല്ലേ? 4 ഉണ്ട്. ഈ 2 4 ഈ 2 പോയി അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? ഇനി ബാക്കി ഇവിടെ എന്തുണ്ട്? ഇവിടെ ബൈ 3 9. അപ്പം V1 is to V2 equal to 5/9 എന്ന് കിട്ടി അല്ലേ? അതാണ് ഫസ്റ്റ് പോർഷൻ്റെ ആൻസർ. വോളിയങ്ങൾ തമ്മിലുള്ള റേഷ്യോ അല്ലേ? വോളിയങ്ങൾ തമ്മിലുള്ള റേഷ്യോ V1 is to V2 equal to 5/9 എന്നാണ് അല്ലേ? അതായത് V1 എന്ന് പറയുന്നത് 5V ആണെങ്കിൽ V2 എന്തായിരിക്കും? 9V അല്ലേ? V1 equal to 5V, V2 equal to 9V അല്ലേ? അങ്ങനെ വേണം V1 കണ്ടുപിടിക്കാം. V1 എത്രയായിരിക്കും? 5 × V തന്നിട്ടുണ്ട്. വോളിയം സ്മാളർ സിലിണ്ടർ തന്നിട്ടുണ്ട്. V1 തന്നിട്ടുണ്ട്. equal to 5 × V. അങ്ങനെയാണെങ്കിൽ V equal to 720 divided by 5. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 720 divided by 5 5 4 5 5 2 ബാലൻസ് 22 5 4 20 2 ബാലൻസ് 20 അല്ലേ? 5 4 20. V equal to 144 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇനി ലാർജർ സിലിണ്ടറിൻ്റെ വോളിയം നമുക്ക് കണ്ടുപിടിക്കാം. ലാർജർ സിലിണ്ടർ എന്ന് പറയുന്നത് V2 ആണ്. V2 equal to 9 × ബിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? 144. 144 × 9 4 36 ഇഷ്ടം 3 4 36 3 39 ഇഷ്ടം 3 9 9 3 12 1296
സെൻറ്റിമീറ്റർ ക്യൂബ്. 1296 സെൻറ്റിമീറ്റർ ക്യൂബ്. ഇതാണ് ഇതിൻ്റെ ആൻസർ.